എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിജി എന്ന് പറയുന്ന ഓൺലൈൻ മദ്യപാനിയായിട്ടുള്ള ബഹ്റിനിൽ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. പുള്ളിക്കാരത്തി അവിടെ ബഹ്റിനിൽ സ്പായും ബാറും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ജോലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറവിൽ പലതരത്തിലുള്ള അനാശാസ്യങ്ങൾ നടത്തുന്നതാണ് എന്ന് പുള്ളിക്കാരത്തി പല വീഡിയോസിലും ഒരു ഉളുപ്പുമില്ലാതെ വന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിക്ക് നാട്ടിൻ പുറത്ത് മക്കളുണ്ട്. അപ്പോൾ അത് മാത്രമല്ല 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഒരു പെൺകുട്ടി, 2 ആൺകുട്ടി, പിന്നെ അമ്മ. ഇവർ ഇത്രയും പേര് നാട്ടിലുണ്ട്. ഇവർ കൂടുതലും വിദേശത്താണ്. അവിടെ ഇത്തരത്തിലുള്ള കുത്സിതങ്ങളൊക്കെ കാണിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ചാനലിൽ, ഒരു ലോക്കൽ ചാനലിൽ ഈ ഒരു പുള്ളിക്കാരത്തെയും കൂടി കയറ്റിയിരുത്തി വലിയ രീതിയിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെയുള്ള മരണങ്ങളെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാൽ പോലും ആ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്ന പയ്യനാണെങ്കിൽ നല്ല രീതിയിൽ ഇവരുടെ അടുത്ത് കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ്. അതേക്കുറിച്ചിട്ടൊക്കെ വെച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നതാണ്. എത്രയാണെങ്കിലും എത്ര നാൾ അവരിങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കും? ശരിക്കും നിങ്ങളുടെ പേര് പറയുമ്പോൾ ആ ഒരു കുട്ടികൾക്ക് പോലും മാനക്കേടാണ്. അത്തരത്തിലുള്ള വൃത്തികേടുകളാണ് നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയുന്ന സെക്ഷ്വൽ ആയിട്ടുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, സണ്ണി ലിയോൺ പോലും ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും സംസാരിക്കില്ല എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയധികം വൾഗാരിറ്റി നിറഞ്ഞ രീതിയിലാണ് ഈ ഒരു സ്ത്രീയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഈ ഒരു പെണ്ണുമ്പിള്ള ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നത് ഒരു സ്ഥിര പരിപാടിയായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ഇവരുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ മദ്യപിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവർ നാട്ടിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട്, 3 കുട്ടികളുണ്ട്, ആ കുട്ടികളെയും കൊണ്ട് ഇവർ കള്ളുഷാപ്പിൽ പോവുകയും മക്കളുടെ മുന്നിൽ ഇരുന്ന് മദ്യപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതേക്കുറിച്ചിട്ട് 2 വാക്ക് പറയണമെന്ന് തോന്നി. ശരിക്കും മക്കള് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരുത്തി കൊടുക്കേണ്ട വ്യക്തിയാണ് നമ്മൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ ഇരുന്ന് മദ്യപിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ ആ മക്കൾ വലുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ അവർ, ഇന്നത്തെ കാലത്ത് പിള്ളേർ മുതിരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അപ്പനും അമ്മയും വേലി ചാടുകയാണെങ്കിൽ മക്കൾ മതിൽ ചാടുന്ന് പറയുന്നില്ലേ? അത്തരത്തിലുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ആ കുരുന്നുകളൊക്കെ ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെയൊന്നും ഇല്ലല്ലോ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിയിട്ട് നിങ്ങൾ വിദേശത്ത് കിടന്ന് കറങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങളുടെ ലൈഫ് കൂടി പാഴിപ്പോവും. ശരിക്കും ആ ഒരു മക്കൾക്ക് പോലും നിങ്ങളെ പോലുള്ള ഒരു അമ്മ നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അമ്മാതിരി അപരാധങ്ങളാണ് ഇവരുടെ വായിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. ഇവർ സംസാരിക്കുന്ന വർത്തമാനമൊന്നും ശരിക്കും നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോലും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയില്ല. കാരണം സ്ട്രൈക്ക് അപ്പോഴേ യൂട്യൂബ് തന്നെ തരും. കാരണം അമ്മാതിരി അപരാധങ്ങളാണ് ഈ പെണ്ണുമുള്ള വായി ഇരിക്കുന്നത്, ഇങ്ങനെ ഇറക്കി വിടുന്നത്. എന്തായാലും അതേക്കുറിച്ചിട്ടൊന്നും, അത്തരത്തിലുള്ള വാക്കുകളെ കുറിച്ചിട്ടൊന്നും പറയാനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്കതിന് സാധിക്കത്തുമില്ല. നമ്മൾ എന്തെങ്കിലും തമ്പനയിലിൽ എഴുതി വെക്കുന്നല്ലാതെ നമ്മുടെ വായിൽ നിന്നും എടുത്ത് ഇങ്ങനെ ഇടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു പെണ്ണുമ്പിള്ള കുട്ടികൾക്കൊപ്പം ഇരുന്ന് മദ്യവെക്കുന്നത് കണ്ടപ്പോൾ അതേക്കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നീടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സമൂഹത്തിന് ഒരുപാട് നന്മയൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഒരു തരത്തിലും സമൂഹത്തെ ദ്രോഹിക്കാനായിട്ട് മുന്നോട്ട് വരരുത്. അതാണ് പറയാനുള്ളത്. ഈ ഒരു സ്ത്രീ മദ്യപിക്കുന്നതിൻ്റെ വീഡിയോ അത് ധാരാളം ഇവരുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങനെയല്ല, ഇവർ വന്നിട്ട് ഇവർ മദ്യപിക്കുകയാണ്. അപ്പോൾ ആ ഒരു മദ്യപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർ ആ ഒരു മദ്യത്തിന് ടേസ്റ്റ് കൂടണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ സംഭവങ്ങൾ ചേർക്കാം, എന്തൊക്കെ ചേർത്താലാണ് ടേസ്റ്റ് കൂടുതലാവുന്നത്, അത് എങ്ങനെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ശരിക്കും ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വെറുപ്പും അറപ്പും. ഈ ഒരു വ്യക്തി കാണുമ്പോൾ തന്നെ അത് തന്നെയാണ് തോന്നുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്നാൽ പോലും ഒരു സമൂഹത്തിന് ഇത്രയധികം മോശമായ രീതിയിൽ പെരുമാറുന്ന, സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു പെണ്ണുമ്പിള്ള ആ മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, എത്രത്തോളമാണ്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മദ്യപാനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അപ്പൊ ശരിക്കും ഇത് കണ്ടപ്പോൾ മദ്യപിക്കുന്നതിനുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ തയ്യാറാക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശരിക്കും സമൂഹത്തിലുള്ള കുട്ടികൾ നശിച്ചു പോകുന്നത് ഇതുപോലെയുള്ള ചില 6 വാണികൾ കാരണമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം വന്നിട്ട് എങ്ങനെയാണ് മദ്യപിക്കുന്നത്, എന്തൊക്കെ മിക്സ് ചെയ്ത് എങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുന്നത്, പൊളി
സാധനം അവളുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും സെപ്റ്റി ടാങ്കിൽ കിടക്കുന്ന കോരി അണ്ണാക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയധികം മ്ലേച്ഛമായ രീതിയിലാണ് ഈ ഒരു പെണ്ണുമ്പിള്ളയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. ശരിക്കും ഇതൊക്കെ സമൂഹത്തിന് ഇതൊക്കെ കൊണ്ട് ആർക്കും ഒരു നന്മയും ഇല്ല എന്ന് കരുതി ദോഷം മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇവളുമാർ എടുത്തിടുമ്പോഴത്തേക്ക് ഇവളുടെ പേരിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം സമൂഹത്തിലുള്ള ആളുകളെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവളൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവർക്ക് വേണ്ടുന്നത് കേവലം വ്യൂസും അതുവഴി വരുന്ന സമ്പാദ്യവും മാത്രമാണ്. ഈ വ്യൂസും സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണി വേറെ ഉണ്ടല്ലോ, അത് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൂടി വഴിതെറ്റിച്ച് കളയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും വളരെ മോശമായിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ നല്ലതായിട്ട് ഒന്നുമില്ലാന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഈ ഒരു സ്ത്രീയുടെ പ്രവൃത്തിയായാലും എന്താണെങ്കിലും എടുത്തു കഴിയുകയാണെങ്കിൽ അത്രയധികം മോശമാണ്. പിന്നെ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിയിൽ എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് നല്ല വൃത്തിയായിട്ട് ഈ ഒരു സ്ത്രീക്ക് അറിയാം. ഇവർ പറയുന്നത് ഇവർ ബഹ്റിനിൽ അകപ്പെട്ടു പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുപോയി ഒരു കസിൻ ഇവരെ വിറ്റു. അതിനുശേഷം അവർക്ക് അവിടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും ഒക്കെ ജീവിക്കേണ്ട സാഹചര്യത്തിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാണ് ഇവർ പല വീഡിയോകളിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശരിക്കും ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു തെറ്റിനെ ഉപജീവന മാർഗമാക്കി എടുക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഒരു തെറ്റിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. ചതിവ് പറ്റാത്ത മനുഷ്യരില്ല, തെറ്റു പറ്റാത്ത ആളുകളില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തുക എന്നുള്ളതാണ് വലിയ കാര്യം. തിരുത്തി സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. നന്മ ചെയ്യാൻ പറ്റിയില്ലേ ആരെയും ദ്രോഹിക്കാതെയെങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് എനിക്ക് ഈ ഒരു സ്ത്രീയോട് പറയാനുള്ള കാര്യം. നിങ്ങൾക്ക് ചതിവ് പറ്റി, നിങ്ങൾ വീണ്ടും അതിൻ്റെ മറവിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും ആ ചെയ്യുന്നത് ബഹ്റിൻ പോലുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് വേറെ വിഷയമില്ല. കേരളത്തിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്നേ ബിജിമോള് ജയിലിൽ കിടക്കേണ്ടി വന്നാനേന്നറിയാവോ. അപ്പോൾ എന്തായാലും ഈ ഒരു അലന്ന സ്ത്രീയോട് കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാനില്ല. ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നത് പോലും ചതുർത്ത് കാണുന്നത് പോലെയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അത്രയധികം അറപ്പാണ് തോന്നുന്നത്. കാര്യം സമൂഹത്തിന് നന്മയൊന്നും ചെയ്യണ്ട, പക്ഷേ എന്ന് കരുതിയിട്ട് ഇതുപോലെ മദ്യപിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോൾ അത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് പോലും അതൊരു പ്രചോദനമാകും എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഈ ഒരു സ്ത്രീക്കില്ല. ഈ പറയുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഒരു സ്ത്രീക്ക് 3 കുട്ടികളാണുള്ളത്, 2 ആൺകുട്ടി ഒരു പെൺകുട്ടിയാണുള്ളത്. നാളെ ആ ആൺകുഞ്ഞുങ്ങള് ഈ ഒരു അമ്മയുടെ പാത തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു തള്ള ചെയ്യുന്ന മറ്റേ പരിപാടി ഉണ്ടല്ലോ, അത് ഇവരുടെ കുഞ്ഞ് കണ്ടു പഠിക്കും. ആ ഒരു പാതയിലേക്ക് ഒരിക്കലും പോവാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരണം ഏതൊരു മക്കൾക്കും അഭിമാനമാവേണ്ടത്, റോൾ മോഡൽ ആവേണ്ടത് അവരുടെ അപ്പനും അമ്മയും തന്നെയാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു അലവലാതി സ്ത്രീ ആണല്ലോ നമ്മുടെ അമ്മ എന്ന് എന്നെങ്കിലും തിരിച്ചറിയുന്ന സമയമാകുമ്പോൾ ആ ഒരു കുട്ടികൾ എങ്ങനെയായിരിക്കും അത് അംഗീകരിക്കുക എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇവരുടെ കുഞ്ഞിനോട് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഏതാണ്ട് അമ്മയുടെ ജോലിയെ കുറിച്ചിട്ട് ഏതാണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്ക് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ മക്കൾക്ക് ദേഷ്യം വന്നു എന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് വരാം. കാര്യം വെച്ച് ആലോചിക്കുമ്പോൾ അമ്മ ഇങ്ങനെ വീഡിയോ കാണിക്കുന്നതിൽ അവർക്ക് എന്താണ് അഭിപ്രായം? അവർ കുട്ടികൾക്ക് അറിയോ അമ്മയ്ക്ക്? അല്ല, അവർ എൻ്റെ അമ്മച്ചി 3 മക്കൾ ദുബായിൽ വന്നിട്ടുണ്ട്, എൻ്റെ ഷോപ്പിലും വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവരെപ്പോഴും വീഡിയോ കോളിലൊക്കെ ഞാൻ റൂമിൽ തന്നെ ഉണ്ട്. എൻ്റെ അമ്മച്ചിക്കാണെങ്കിൽ മക്കൾക്കും അറിയാം. അവർ ദുബായിൽ വന്നപ്പോൾ കോൾ വരുമ്പോൾ ഞാൻ പോകുന്നു. അവരെൻ്റെ ഷോപ്പിലും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പോൾ എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്നത്. എൻ്റെ മക്കൾ ഫോൺ അങ്ങനെ ഉപയോഗിക്കാറില്ല. മക്കളല്ല, മക്കളുടെ കൂട്ടുകാരോ? ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ യൂട്യൂബിൽ റീൽസൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയോട് വന്ന് പറയാറുണ്ട്. തൊഴിലുറപ്പിന് പോകുമ്പോൾ അമ്മച്ചോട് ഇങ്ങനെ പറയും. അപ്പോൾ അമ്മച്ചോട് പറയും ബിച്ചി എന്താ അങ്ങനെ കാണിച്ചു കൂട്ടും. പക്ഷേ അവിടെ ഉള്ളവർ എന്നെ ഒന്നും പറയില്ല. കാരണത്തിൽ അവിടെ ഉള്ളവർക്ക് എന്നെ അറിയാം. കാരണം അവൾ ജനിച്ചത് എങ്ങനെയാണെന്നും വളർന്നത് എങ്ങനെയാണെന്നും ഈ സാഹചര്യത്തിൽ വളർന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്നെ ആരും ഇതുവരെ മോശമായിട്ട് പറയുകയോ മോശമായിട്ട് കാണുകയൊന്നും ചെയ്തിട്ടില്ല. വീടിൻ്റെ അടുത്തുള്ളവർക്ക് താങ്കൾ അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അറിയാത്ത ഇപ്പോൾ കുട്ടികൾ 3 കുട്ടികളെന്ന് പറയും. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8, 6, 5. മൂത്തത് 8. ആൺകുട്ടി പെൺകുട്ടിയോ? ആൺകുട്ടി, 2 ആണും 1 പെണ്ണും. 2 ആണും 1 പെൺകുട്ടിയും. അപ്പം ഇവർക്ക് സഹപാഠികൾ ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോട് ചോദിക്കാറുണ്ട്, നിന്റെ മമ്മി ഇങ്ങനെ കുലുക്കി വീഡിയോ ചെയ്യുന്നില്ല, നിന്റെ മമ്മി അങ്ങനെ ചെയ്യും. അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അവർ ചോദിക്കാറുണ്ട്, എൻ്റെ മമ്മി അവിടെ മമ്മിക്ക് കച്ചവടം ബിസിനസ് കയറാനാണ് എന്ന് പിള്ളേർ പറയും. അപ്പോൾ അവർക്ക് ഒരു നാണക്കേട് അമ്മയായിട്ട് വരുത്തിക്കണോ? അതിനൊന്നും വരുത്തി വയ്ക്കുന്നില്ലല്ലോ. എനിക്ക് എന്നെ അറിയാലോ, പിന്നെ ഞാൻ എൻ്റെ മക്കളോട് പറയൂലോ. പിന്നെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വായും കൊണ്ടല്ലേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ശരീരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് പോകുന്നില്ല അല്ലേ, നമ്മളെ തേടി ഇങ്ങോട്ടല്ലേ വരുന്നത്. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്നെ കുറിച്ച് അറിയാം. കല്യാണം കഴിഞ്ഞപ്പോൾ 3 കുട്ടികളുണ്ടെന്ന് പറയുന്നു. ഈ കുട്ടികളുടെ കാര്യം
അപ്പോൾ അങ്ങനെയാണ്, മക്കള് വിഷമിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അമ്മമാര് മക്കൾ വലുതായി കഴിഞ്ഞാൽ ഒരു പൊടിക്ക് അടങ്ങണം. ഇനി ഒരു പക്ഷേ ഈ ഒരു സ്ത്രീ അവിടെ അത്തരത്തിലാണ് ജീവിക്കുന്നത് എന്ന് വെച്ചോ, പുറത്ത്, അതായത് ബഹറിനിൽ ഈ ഒരു സ്ത്രീ ഇത്രയും മ്ലേച്ഛമായ രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെ വെച്ചോ, അത് അവിടെ ജീവിക്കുന്നത് അവിടെ കളയണം. സോഷ്യൽ മീഡിയയിൽ ഇവരുടെ സംസാരങ്ങളും ഇവരുടെ ഓരോ രീതികളും എടുത്തിടുന്നത് കൊണ്ടല്ലേ എല്ലാവരും അറിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തി മറ്റേ പണി ആണെങ്കിൽ പോലും നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടില്ലെങ്കിൽ അത് ആരും അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളെ അടുത്തറിയുന്ന ആളുകൾ ആരെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ അറിയത്തുള്ളൂ. എന്നാൽ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടുന്നത് പണം മാത്രമാണുള്ളത്. ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പുരയിടം മേടിക്കാനും വീട് വെക്കാനും വീടിന് തറക്കല്ലിടാനും ഒക്കെ സാധിച്ചത് ഈ ഒരു വർക്ക് കൊണ്ടാണെന്നാണ്. എന്തിനിങ്ങനെ ഒരു വർക്ക് ചെയ്ത് ജീവിക്കുന്നത്? ഇത്തരത്തിലുള്ള ഇത്രയും മോശമായ രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിതം വേണ്ടാന്ന് വെക്കുന്നതല്ലേ. എന്തായാലും നാണം കെട്ട് മണിമാളിക ഉണ്ടാക്കിയിട്ട് ആ മണിമാളികയ്ക്കകത്ത് കയറി മലർന്നു കിടക്കുന്നതിനേക്കാളും നല്ലത് അന്തസ്സായിട്ടുള്ള മാർഗത്തിലൂടെ ഒരു കുഞ്ഞു കുടില് കെട്ടിയിട്ട് അവിടെ പായ വിരിച്ച് കിടക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വാക്കിനോട് യോജിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.